ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ ടു ഈച്ച് ആൻഡ് എവറി വൺ. അങ്ങനെ ജാനുവരി 1 ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് പുറത്തു പോകാനുള്ള പരിപാടിയാണ്. എവിടെയാണ് പോണത് എന്നുള്ളത് ഞാൻ കാണിക്കാം. അതുപോലെ ട്രെയിനിലാണ് പോകുന്നത്. സോ വാച്ച് ചെയ്യുക ഫുള്ളായിട്ട്. എന്തൊക്കെ നടക്കാൻ പോകുന്നുള്ളത് പടച്ചവനറിയാം. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഷർട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പക്ഷെ എന്തിട്ടിട്ട് കാര്യമില്ല, പുറത്ത് നല്ല തണുപ്പാണ്. -1 ആണ് കാണിക്കുന്നത് ടെമ്പറേച്ചർ. അതുകൊണ്ട് ജാക്കറ്റ് ഇടുന്നതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റില്ല. ഈ ഷർട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഓൺലൈനായിട്ട് മാത്രമുള്ള സ്റ്റോറാണ്. അപ്പൊ UK നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഷർട്ടൊക്കെ മേടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ മെയിൻ ആയിട്ട് ഫീമെയിൽസിനുള്ള ക്ലോത്ത്സ് ആണ് അവർ മെയിൻ ആയിട്ട് സെല് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഡിസംബർ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് മാത്രം കുറച്ച് ഷർട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. അതിൽ എനിക്കിത് ഭയങ്കര ഫിറ്റ് ആണ് കേട്ടോ. കൈ കുറച്ച് ടൈറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ മടക്കി വെച്ചതിന്റെയാണ്. താഴത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. XL സൈസ് ആണ് ഇത് വരുന്നത്. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ആൻഡ് കുറച്ച് പൈസയേ ഉള്ളൂ. അതായത് UK നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷർട്ടൊക്കെ കുറച്ച് പൈസയിൽ ഇത്രയും ഇതിൽ കിട്ടും എന്നുള്ളത് ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. സോ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കൊട്ടാരം വിട്ട് രാജാവ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ നമ്മൾ ഓൺ ദ വേ ടു കോസ്റ്റ കോഫി. സോ കോസ്റ്റയിൽ പോകുന്നു. അവിടുന്ന് നമ്മൾ കോഫി കുടിക്കുന്നു. കോഫി കുടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ നമ്മൾ ട്രെയിനിൽ കയറുന്നു. സോ അതാണ് നമ്മളുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. തീരമേ അത്രക്ക് ശാന്തത കേട്ടോ. നടുറോഡിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒരു കാറ് പോലും വരുന്നില്ല. ഒരു മനുഷ്യക്കുട്ടികൾ പോലും നടന്നു പോകുന്നതായിട്ട് കാണുന്നില്ല. അവിടെ ഒരു അമ്മൂമ്മ നടന്നു പോകുന്നുണ്ട്. കോസ്റ്റയിൽ കയറിയിട്ട് മേടിച്ചിട്ടാ 5 പൗണ്ട്സോളം വരും. ഇത് ട്രെയിനിൽ നിന്നൊക്കെ കുടിക്കാന്ന് വിചാരിച്ച് മേടിച്ചതാ. നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഏകദേശം തീരാനായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്. ഏറ്റവും ഓൾഡസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ റിനോവേഷന് വേണ്ടിയിട്ട് ഇവിടുത്തെ MP ഫണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊടുത്തിട്ടില്ല ഗവൺമെൻറ്റിൽ. എൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാഴ്ച ഈ ഒരു അപ്ഡേറ്റ് സിസ്റ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഏത് ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ഇവിടെ കാണിച്ചു തരും. ട്രെയിൻ അതുപോലെ ഏത് സ്റ്റേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാണിച്ചു തരും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടേക്കാണ് പോകുന്നത്. ട്രെയിനിലൊന്നും ആരുമില്ലേ. സീറ്റും കാലിയാണ്. കണ്ടോ, ന്യൂ ഇയർ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ട്രെയിനിനകത്ത് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി ഏകദേശം ആയിട്ടുണ്ട്. കമ്പനിക്ക് നമ്മളുടെ മറ്റേ ചാനലിന് വേണ്ടിയിട്ടുള്ള കമ്പനിയിലാട്ടോ. ഇനിയിപ്പോൾ അത് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്യാക്കാനുണ്ട്. ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട സാധനങ്ങൾ ലേറ്റായി പോയി. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ട്രെയിൻ ഇറങ്ങാൻ പോകുന്നു. റീച്ച്ഡ് ഓൺ ലിവർപൂൾ. ലിവർപൂളിൻ്റെ ട്രെയിൻ സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 9 വന്നിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ആൻഡ് ഗൈസ്, ലിവർപൂൾ ഒക്കെ ഭയങ്കര റഷ് ആയിട്ടുള്ള സിറ്റിയാണ്. പക്ഷേ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫ്രീ ആണ്. അതായത് ട്രെയിനിനകത്തും ആളില്ല, ട്രെയിൻ സ്റ്റേഷനിലും ആളില്ല, എങ്ങോട്ടേക്ക് പോകാനായിട്ടും ആളുകളില്ല. എങ്ങോട്ടുന്നില്ലാതെ ലിവർപൂളിൻ്റെ തെരുവുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കുകയാണ്. ഭയങ്കര കാറ്റുമാണ്, നല്ലോണം തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷർട്ട് ഇട്ട് വന്ന ഞാനൊരു മണ്ടനാണെന്നാണ് എനിക്ക് തോന്നണത്. കാരണം ഒരു ജമ്പർ എടുത്തിട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹുഡി എടുത്തിട്ടാൽ മതിയായിരുന്നു. ഞാൻ പിന്നെ ഷർട്ടൊക്കെ ഇട്ട് 2 ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. അത്രക്ക് ബുദ്ധിമുട്ടാണ്. പ്രൈമാർക്ക് ഓപ്പൺ ആണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള, അതായത് ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ വന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ ഫുൾ ആളുകളായിരുന്നു. ഒരു സ്ഥലം ബാക്കി ഉണ്ടായിരുന്നില്ല. ഇവിടെ മൊത്തത്തിൽ പിന്നെ ഷോപ്പിംഗ് പരിപാടികളാണ്. ഇതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ട് ലിവർപൂളിൽ. ഞാൻ അതിൻ്റെ ആൻഫീൽഡിൽ പോയ സമയത്ത്. അപ്പോൾ അതിൻ്റെ വീഡിയോക്ക് ഞാൻ പണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മൾ പ്രൈമാർക്കിൽ വന്നേക്കോ, ജെൻസിൻ്റെ സെക്ഷനിൽ. അപ്പോൾ എന്തെങ്കിലും ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാമല്ലോ. ടീഷർട്ട്സും അതുപോലെ ഹുഡീസൊക്കെ കണ്ടമാനമുണ്ട്. പക്ഷെ ബോയ്സിൻ്റെ സെക്ഷനിൽ അല്ലെങ്കിൽ ജെൻസിൻ്റെ സെക്ഷനിൽ നോർമലി ഓഫേഴ്സ് കുറവാണ്. എന്നാലും ഉണ്ട് കേട്ടോ. പക്ഷെ ഫീമെയിൽസിന് 2 ഫ്ലോർ തന്നെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ചെറിയ ഫ്ലോർ മാത്രമാണ് ജെൻസിനുള്ളത്. ജാക്കറ്റ് 9 പൗണ്ട്സ്. ഇത് വെറുതെയാണ്, അത്ര യൂസൊന്നും ആവത്തില്ല. നമ്മളിത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ജാക്കറ്റും കൂടെ ഇടേണ്ടി വരും. ഷൂവിൻ്റെയൊക്കെ സെക്ഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഷൂ ഒക്കെ മേടിച്ചിരിക്കുക പുതുത്. ഇനി വേണ്ട. അപ്പോൾ
ജിം ഷാർക്കിൻ്റെ അവരനെ കാണിച്ചു തരാം. കണ്ടോ, ഇത് നമ്മൾ ജിം ഷാർക്കിൻ്റെ അതേപോലത്തെ ഒരു സംഭവമാണ്. ക്വാളിറ്റി അതൊന്നുമില്ല, പക്ഷെ ആ ലുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ അത് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ജിം ഷാർക്ക് ഏതാണ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് എന്നുള്ളത്. പിന്നെ ഈ കടയിലൊക്കെ വരുന്ന ഒട്ടുമിക്ക പ്രൊഡക്ട്സും ബംഗ്ലാദേശ്, മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് ആയിരിക്കും. അത്യാവശ്യം വലിയ സെക്ഷനാണ്. ഞാനൊന്നും മേടിക്കുന്നില്ല, എനിക്ക് ഒന്നും അത്രത്തോളം അങ്ങ് പറ്റിയില്ല. പിന്നെ നമ്മൾ മേടിക്കാൻ വന്നതല്ല സത്യത്തിൽ. കണ്ടോ, കാലിയായി കിടക്കുന്ന ലിവർപൂൾ. എന്താ ഇവിടേക്ക് ഉള്ളത്? ഒന്നുമില്ല, ആളുകൾ പോലും ഇല്ല. അത് അത്രക്ക് ഫ്രീ ആണ്. ഓഡിയോണും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സിനിമ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിറ്റിയിൽ വന്നിട്ട് ഞാനിത് പറയണത് തന്നെ മോശമാണ്. എല്ലാ സിറ്റിയിലും ഓഡിയോണും അതുപോലെ തന്നെ സിനിമാസ് എല്ലാം ഉണ്ടാവും ഇവിടെയൊക്കെ. നോർത്ത് ഫേസിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ എൻ്റെ അതേ സെയിം ജാക്കറ്റ് ഇട്ടിട്ട് ഒരാളെ കണ്ടു. ഇന്തോനേഷ്യയിൽ നിന്നുള്ള ആളാണ്. ആൾക്ക് ഒരേ നിർബന്ധം എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോ എടുത്ത്. വീണ്ടും ജേഡിയിലോട്ട്, കിങ് ഓഫ് ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് വലിയ ജേഡിയാട്ടോ. അന്ന് നമ്മൾ പണ്ട് വീഡിയോ ചെയ്ത അത്രയൊന്നല്ല, വലിയ സംഭവം. എന്തായാലും കയറി നോക്കാം. ജേഡിയിൽ കയറിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവങ്ങൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഫിറ്റിംഗ് റൂമിലോട്ട് പോകാനുള്ള വെയിറ്റിംഗ് ടൈമിലാണ്. ഒരു 3-4 ആൾക്കാർ ഇനിയും ഫ്രണ്ടിലുണ്ട്. അപ്പം ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാനാണ്. ഇതാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്, അഡിഡാസിൻ്റെത്. പക്ഷെ ഞാൻ വിചാരിച്ചത്ര ഒരു സാധനം എനിക്ക് കിട്ടിയില്ല. ഭയങ്കര ഞാൻ വിചാരിച്ച് മെസ്സിയൊക്കെ ഇടുന്നത് കണ്ടിട്ട് ഞാൻ എടുത്ത് നോക്കിയതാണ്. പക്ഷെ ഞാൻ വിചാരിച്ച ഒരു സാധനം കിട്ടിയില്ല. ഏകദേശം ഇതാണ് സംഭവം. എനിക്ക് അത്ര ഇഷ്ടമായില്ലത്. ഇപ്പോൾ ഓഫറിലൊക്കെ കിടപ്പുണ്ട്, സെയിലിൽ കിടക്കുന്ന സാധനം. പക്ഷെ എന്താ ഒരു സുഖം കിട്ടിയില്ല. ഡിക്കാത്തലോണിന് മേടിച്ചാൽ അതിൻ്റെ അതേപോലൊക്കെ തന്നെ, അല്ലാണ്ട് അഡിഡാസ് ഇട്ടു എന്നുള്ളൊരു പ്രത്യേക ഒരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല. ഇതാണ് നമ്മൾ സെക്കൻഡായിട്ട് ട്രൈ ചെയ്തത്. ഹുഡിയാണ്, നോർത്ത് ഫേസിൻ്റെ ഒരു ഹുഡി. ആൻഡ് ഗൈസ്, ഇറ്റ്സ് ലുക്സ് അമേസിങ്. എനിക്ക് ഭയങ്കരമായിട്ട് ഫിറ്റായിട്ട് തോന്നി. കണ്ടോ, കറക്റ്റ് അല്ലേ? ഇതിട്ടുകൊണ്ട് നടക്കാം. ഷർട്ട് ഭയങ്കര തണുപ്പാണ്, പറ്റുന്നില്ല, അബദ്ധം പറ്റി. സോ ഇത് തന്നെ ഇട്ടുകൊണ്ട് പോയാലൊന്ന് ആലോചിക്കും. ബില്ലിംഗ് സെക്ഷനിലോട്ടുള്ള കാത്തിരിപ്പായിരുന്നു. അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പിലാണെന്നുണ്ടെങ്കിലും. കാരണം ഇപ്പോഴും ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പിൽ. അപ്പോൾ ആളുകൾ ഇപ്പോഴും പർച്ചേസിങ്ങിനൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ബില്ല് പേ ചെയ്ത് പുറത്തിറങ്ങി. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഡ്രസ്സ് മൊത്തത്തിൽ അങ്ങനെ ചേഞ്ച് ചെയ്ത് കേട്ടോ. നോർത്ത് ഫേസിൻ്റെ ജാക്കറ്റ് ആക്കി ഷർട്ടും കൂടി. ജാക്കറ്റ് ഇവിടെ കിട്ടി, എല്ലാം എടുത്തു. ഒന്നും നോക്കില്ല, പൈസ പോട്ടെ, പവർ വരട്ടെ. ഇതാണ് നമ്മളൊക്കെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ കളറും വെറൈറ്റികളാച്ചിട്ടാണ്. അത് അടിപൊളി കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. യെല്ലോ, റെഡ്, അതുപോലെ ഇത് ഉണ്ടോ, എല്ലാതും ഉണ്ട്. നമുക്കൊരു 1 വീക്കൊക്കെ ഫുൾ സെറ്റാണ്. 8 പാക്കാണ്, 8 ഉണ്ട്. പിന്നെ അതുപോലെ വർക്കൊക്കെ വരുന്നതുണ്ട്, പ്രിൻ്റഡ് ആയിട്ട് വരുന്നതുണ്ട്. നെക്സ്റ്റിൻ്റെ ഷോപ്പിലാണിത്. വലിയ വിലയൊന്നുമില്ല, ഒരു 30-40 പൗണ്ടിൻ്റെ ആ റേറ്റൊക്കെ ഉള്ളൂ. 24 പൗണ്ടിൻ്റെ ഒക്കെ ഉണ്ട്. ഐഫോണിൻ്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സെൻറ്ററിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുത്ത് നോക്കിയ വീഡിയോ ആണിത്. ഇത് ലിവർപൂളിലെ ഡിക്കാത്തലോൺ. നമ്മുടെ നാട്ടിലത്തെ സെയിം അവരുടെ തന്നെ. നമ്മളുടെ സ്പോർട്സ് സെക്ഷനിലോട്ട് എത്തി. സൈക്കിൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് ഇറ്റ്സ് സെയിം കേട്ടോ, നമ്മളുടെ നാട്ടിലത്തെ അതേപോലത്തെ സെറ്റപ്പ് തന്നെയാണ് അവർക്കുള്ളത്. ഒരു വ്യത്യാസമില്ല. വലിയ ഷോപ്പാണ് ഇവിടുത്തെ. അതായത് നമ്മളുടെ നാട്ടിലും, അതായത് അവർ ഈ ഷോപ്പ് മൊത്തത്തിലൊന്നും ഫിനിഷിങ് ഉണ്ടാവില്ലല്ലോ, അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ആ ഒരു ഫിനിഷിംഗ് ഒന്നും ഇല്ലാണ്ട് ഫ്ലോറൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കിടക്കുന്നത് പോലെ തന്നെ ഉണ്ടാവും. അല്ലാതെ വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പം ഏത് സ്പോർട്സ് കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും റാക്കറ്റ് സെക്ഷൻ്റെ അവിടെ ഒന്ന് പോയി നോക്കും. വലുതായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും ബാറ്റൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കും. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ നല്ല ഷട്ടിലുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മാവിസ് 350, 600, 300 എല്ലാം അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മളത് മേടിച്ചിട്ടുമുണ്ട്. ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. എവിടെയാണെന്നുള്ളത് ചിലപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും.
കുക്ക് ഫ്രഷ് ഈറ്റ് ഫ്രഷ്. അതാണ് ഇവരുടെ എന്താണ് പറയുക ആപ്തവാക്യം എന്ന് പറയുന്നത്. കുക്ക് ഫ്രഷ് ഈറ്റ് ഫ്രഷ്. ഓൺ ദ വേ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ലിവർപൂളിലുള്ള കോസ്മോയിലാണ് വന്നിട്ടുള്ളത്. അൺലിമിറ്റഡ് ബുഫയാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് എന്തും അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. സമയപരിധിയൊന്നും ഇല്ലാതെ തോന്നുന്നു. ചെറിയ പ്ലേറ്റ് ആയിട്ട് അവർ തന്നിരിക്കുന്നത്. ഇതിന് വേറെ പ്ലേറ്റ് ഉണ്ടോ? ഇല്ല, എല്ലാം അത്യാവശ്യം ചെറിയ പ്ലേറ്റാണ്. നമ്മളോടാ കളി. ചിക്കൻ കുറുമ ആദ്യം ഒരു ഗ്രേവി വെച്ചിട്ടുണ്ട്. ഞാൻ ബ്രെഡ് ഉണ്ട്. ആദ്യം അതെടുക്കാം. കുറേ അവസരം ഉണ്ടല്ലോ. ഇത് അൺലിമിറ്റഡ് ബുഫയാണ്. കോസ്മോയിലാണ് വന്നിട്ടുള്ളത്. ചിക്ക് പീസ് മസാല ഇത് നമ്മളുണ്ട് കഴിക്കുന്നത്. ജീര റൈസ് ഉണ്ട്. കടായി ചിക്കൻ ഉണ്ടല്ലോ. കടായി ചിക്കൻ ഇതൊന്നും എടുക്കാം. കുറേ ഒന്നും വേണ്ട, കുറച്ച് മതി. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. എൻ്റെ നടന്നതിൻ്റെ ഇടന്ന് തോന്നുന്നു. ഇത് കഴിക്കാനുള്ള ഗ്രേവി മാത്രമേ എടുത്തിട്ടുള്ളൂ, കൂടുതലൊന്നുമില്ല. പിന്നെ ഡാൽ ഫ്രൈ, ബീഫ് കറിയോ നോർമലി അതങ്ങനെ ഉണ്ടാവാറില്ല. അത് വേണ്ട. ഇവിടെ പിക്കിളല്ലാണ്ട് കേട്ടോ. മാംഗോ ചട്നി, മാംഗോ പിക്കിൾ, ചില്ലി പിക്കിൾ, ഇതൊക്കെയാണ്. പൊറോട്ട അല്ല, പൊട്ടാറ്റോ. ബട്ടർ ചിക്കൻ ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം ഡിഷിനനുസരിച്ചിട്ട്. കറി സോസ് ഉണ്ട്. സ്വീറ്റ് ആൻഡ് സോസ് ഉണ്ട്. പ്ലെയിൻ റൈസ്, ഫ്രൈഡ് റൈസ്, തായ് റൈസ്, പിന്നെ അങ്ങോട്ടേക്കെല്ലാം ഇത് ഐറ്റംസ് ഉണ്ട്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വെജ് ഫ്രൈഡ് റൈസ് അല്ല എഗ്ഗ് ഫ്രൈഡ് റൈസ്. ഇത് ബട്ടർ ചിക്കൻ, ഇത് പ്രോൺസ്, ഇത് മഷ്റൂം, ഇത് വിങ്സ്, ഇത് കടായി ചിക്കന്, ഇത് ഓംലെറ്റ്, അതിൻ്റെ അടിയിൽ ഒരു ബട്ടർ നാനും കൂടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് ഫുള്ള് കഴിക്കും. എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമായിട്ട് എടുക്കുന്നത്, വേറെ ഒന്നും എടുക്കുന്നില്ല. മഷ്റൂം കൊള്ളാം, അടിപൊളിയായിരുന്നു. ഇതാണ് ഫിഷ് സെൻ്ററിന്. കണ്ടു കഴിഞ്ഞാൽ അത്ര വെന്തതൊന്നും തോന്നുന്നൊന്നുമില്ല. പക്ഷെ അത് കിടുവാണ്, ഒരു രക്ഷയില്ല. സ്പൈസി എന്നൊക്കെ പറഞ്ഞാലും നമുക്കെന്ത് സ്പൈസി. അച്ചാർ കിട്ടുന്ന നമ്മളെ മലയാളികൾക്ക് ഇതൊന്നും സ്പൈസി ആയില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവരുടെ കടായി ചിക്കനാണ്. ഒരു രക്ഷയില്ല. ബട്ടർ ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ട്. കടായി ചിക്കൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു മൈൽഡ് എന്താ, ഒരു ചെറിയൊരു എരിവുണ്ട്. ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അയ്യോ, ഞാൻ ബ്രെഡ് കഴിഞ്ഞിട്ടുണ്ട്. അത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആകെ 2 ഉള്ളൂ. അത് ഞാൻ അങ്ങ് എടുക്കാം. ചോക്ലേറ്റ് സെക്ഷനൊക്കെ ഏകദേശം തീർന്നു കേട്ടോ. സോറി, ഡെസേർട്ട് സെക്ഷനൊക്കെ ചോക്ലേറ്റ് ഫൗണ്ടൈനാണത്. നമ്മൾ പിന്നെ അതൊന്നും കഴിക്കാത്തതുകൊണ്ട് അതിലൊന്നും പോലും പോയിട്ടില്ല. നമ്മളൊരു സൂഷി എടുത്തിട്ടുണ്ട്, അത് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സാലഡ് കൗണ്ടർ ഉണ്ടായിരുന്നു. അതും നമ്മൾ കാര്യമായിട്ട് പരിഗണിച്ചില്ല. ഞാൻ ഈ ഒരു സൂഷിയാണ് എടുത്തിട്ടുള്ളത്. വേറെ സൂഷികളൊക്കെ ഉണ്ട്, നമുക്കൊന്നും മതി. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതൊന്നുമല്ല അത്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനുണ്ട്. കുറച്ച് ഫ്രൂട്ട്സും കൂടെ എടുക്കാം. പിന്നെ ഐസ്ക്രീംസ് എല്ലാം വരുന്നുണ്ട്. ഇത് കൊള്ളൂല്ല തോന്നുന്നു ഈ ഐസ്ക്രീം കണ്ടിട്ട്. വെജിറ്റബിൾ സൂഷി ഒറ്റ ഇതിൽ വായലോട്ട് ഇടും. അതാണ് നമ്മുടെ പ്രത്യേകത. മണടിച്ചിട്ട് പോയി കയ്യിൽ നിന്ന്. അയ്യോ, കട്ട് ലൈൻ കട്ട്. അങ്ങനെ തീർന്നു പോവാണ്. ഭക്ഷണം എല്ലാം കഴിച്ച് വയറിൻ്റെ ഫുള്ളായി.
അടിപൊളി പരിപാടിയായിരുന്നു. നമ്മൾ വരുന്ന സമയത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഫില്ലായി മൊത്തം. ഇപ്പം ഏകദേശം 3 മണി ആവുന്നേ ഉള്ളൂ, അപ്പോഴേക്കും ഫുള്ളായി. പുറത്തിറങ്ങിയപ്പോഴേക്കും മഴ പെയ്തിട്ടുണ്ടായിരുന്നു, നല്ലോണം കാറ്റടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇരുട്ടാവാനും തുടങ്ങി. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾക്കൊരു 8 മണി 7 മണിയൊക്കെ ആയ ഒരു ഫീല് കിട്ടാൻ തുടങ്ങും. ആൻഡ് ഇറ്റ്സ് എ ലാസ്റ്റ്, തീർന്നു. കണ്ട കുറേ ആൾക്കാർ ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നു. ഇവരെന്തോ കൂട്ടായ്മയുടെ ആൾക്കാരാന്ന് തോന്നുന്നു. ബൈ ബൈ ലിവർപൂൾ, ബൈ ബൈ.